കൂടുതൽ പറയുന്നില്ല, കാരണം വെട്ടിക്കവലക്കാരായ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കഥയാണ്. തമ്പുരാട്ടി എങ്ങനെ ഇവിടെ വന്നു എങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ വളരെ ആകാംക്ഷഭരിതരായി നോക്കിയിരിക്കുകയാണ്. തമ്പുരാട്ടിയുടെ കഥ ചുരുക്കി പറയാം. ഇതിൻ്റെ ഉത്ഭവം ബ്രാഹ്മണ ഇല്ലത്ത് നിന്നാണ്. മഠം, മംഗലത്ത് മഠം, ചെങ്ങലത്ത് മഠം. ഇത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് അറിയാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണെന്നാണ് പറയുന്നത്, പടിഞ്ഞാറ് ഭാഗത്ത്. മംഗലത്ത് മഠം, ചെങ്ങലത്ത് മഠം എന്നീ രണ്ട് മഠങ്ങൾ. അവിടെ വിക്രമൻ തിരുമേനിയും വാമദേവൻ തിരുമേനിയും, വിക്രമൻ തിരുമേനി ചേട്ടനും വാമദേവൻ തിരുമേനി അനുജനും സുഖമായിട്ട് വാഴുകയാണ്. അവരുടെ വേല കഴിഞ്ഞു, അവരുടെ കല്യാണം കഴിഞ്ഞു. മൂത്ത ജ്യേഷ്ഠൻ വിക്രമൻ തിരുമേനിയുടെ ഭാര്യ അംബികാദേവി അന്തർജനം. എല്ലാത്തിനും ഒരു വാലുണ്ട് കേട്ടോ, അന്തർജനം. ഞാനൊരു ബ്രാഹ്മണൻ തന്നെ. ഇപ്പൊ ഉള്ള കുട്ടികൾ അങ്ങനെ വാലൊന്നും വിടാറില്ല, ഒന്നീ കുമാരി അല്ലെങ്കിൽ ദേവി. പണ്ട് അന്തർജനം നിർബന്ധമായിരുന്നു. അങ്ങനെ അംബികാദേവി അന്തർജനം, മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യ. അനുജനോ വാമദേവൻ, അദ്ദേഹത്തിന്റെ ഭാര്യ സതീദേവി. അംബികാദേവി വളരെ മൂർഖടയായിരുന്നു. ആർക്കും ഒന്നും കൊടുക്കില്ല, ഒന്ന് ചിരിക്കുന്ന പോലും വളരെ പ്രയാസപ്പെട്ടാണ്. എന്നാൽ ചിരിച്ചാണ് സതീദേവി വളരെ എല്ലാവർക്കും ദാനം ചെയ്ത് പുണ്യകർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു പോന്നു, സുഖമായി വാഴുകയാണ്. ഞാൻ വിവരിച്ച് പറയുന്നില്ല. ഒരു ദിവസം അനുജൻ വാമദേവന് ഒരു സ്വപ്നത്തിൽ നിന്നും അദ്ദേഹത്തിനൊരു വിവരം അറിയാൻ കഴിഞ്ഞു. താൻ ഉടൻ തന്നെ മരിക്കും, ഒരു രോഗം വന്ന് മരിക്കും. ആ സ്വപ്നത്തിൻ്റെ വിവരം പിറ്റേ ദിവസം അദ്ദേഹം സതീദേവി അന്തർജനത്തോട് പറഞ്ഞു, പത്നി, ഞാൻ ഉടൻ തന്നെ മരിക്കും, നീ ഉടൻ തന്നെ വിധവയാ. ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ അവർ സമാധാനിപ്പിച്ചു, പതിദേവ, സ്വപ്നം ഒരിക്കലും സഫലമാവണമെന്നില്ല, പിന്നെ നമ്മളെല്ലാം ഒരു ദിവസം മരിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച്. എന്നിരുന്നാലും ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ രോഗം വന്നു. അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. സതീദേവിക്ക് അതീവ ദുഃഖിതയായി. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഈ സ്വത്തിൻ്റെ അവകാശം ഒരു കുഞ്ഞ് ജനിച്ചെങ്കിൽ, ഭഗവാൻ ഒരു കുഞ്ഞിനെ തന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. സതീദേവി പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഗർഭിണിയാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് സതീദേവി ഗർഭം ധരിച്ചിരുന്നു. പതി മരിച്ച ഉടൻ തന്നെ ജ്യേഷ്ഠൻ വിക്രമൻ ഈ സ്വത്ത് തട്ടിയെടുക്കാനുള്ള, ഈ അനുജന്റെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള പണി 18 നോക്കി. ഒടുവിൽ മരിച്ച ഉടൻ തന്നെ സതിയുടെ ഗർഭം സ്വന്തം പതിയിൽ നിന്നല്ല എന്ന് പറഞ്ഞു പരത്തി അംബിക അന്തർജനവും ജ്യേഷ്ഠൻ വിക്രമനും കുറച്ച് നാട്ടുകാരോട് ചേർന്ന് ആ അനുജത്തെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ്. ഗർഭിണിയായ അനുജത്തെ രാത്രി അവിടെ നിന്നും ആട്ടിപ്പായിച്ചു. അവിടെ ചെന്ന്, ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കേദാരക്കര എന്നാണ് പറയുന്നത്. കേദാരക്കര ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്നറിയില്ല, എങ്കിലും അവിടെ ഒരു കോവിലെത്തി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ദൈവം കേട്ടോ എന്നറിയില്ല. അവിടെ എങ്ങും താമസിക്കാൻ സ്ഥലമില്ലാതെ, എങ്ങും അന്തി ഉറങ്ങാൻ ഒരിടമില്ലാതെ അലയുകയാണ്. ആ പാടത്തൂടെ പോയി ഒരു തോട്ടിൻകരയിൽ രാത്രിയിൽ ഇതാ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ആരും പ്രസവിച്ചു. അവളുടെ താലി അയച്ച് ആ കുട്ടിയുടെ കരുത്തിൽ കെട്ടിയിട്ട് വെള്ളത്തിൽ ചാടി മറയുക, അതായത് ആത്മഹത്യ ചെയ്തു എന്നാണ് ഈ കഥയിൽ നമ്മൾ വായിച്ച പുസ്തകത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടി ആ വരമ്പത്ത് കിടന്ന് കരയുകയാണ്. ആ സമയത്ത് തൊട്ടകലെ ഒരു കൂരയിൽ നിന്നും ഒരു ഊരാളി, പാടത്ത് പണിയെടുക്കുന്ന ഒരു ഊരാളി, ഒരു മൂപ്പൻ അവിടെ വന്ന് കുട്ടിയെ കാണുന്നു. മൂപ്പൻ ആദ്യം അത്ഭുതം തോന്നി, ഈ കുട്ടി എങ്ങനെ ഇവിടെ വന്നു? രാത്രിയിൽ നല്ല നിലാവുണ്ടായിരുന്ന ആ രാത്രിയിൽ ആ കുട്ടി എങ്ങനെ അവിടെ വന്നു? അയാൾക്ക് നോക്കാൻ പേടിയായി. കാരണം കുട്ടി കണ്ണണക്കെ ഭയങ്കര തേജസ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തേജസ്. കുട്ടിയുടെ മുഖത്തൊന്ന് നോക്കി, അത്ഭുതം, ഇതേതോ മേലാക്കന്മാരുടെ കുട്ടി തന്നെ. നോക്കാൻ പേടി തോന്നി, കാരണം തൊട്ടു കഴിഞ്ഞാൽ തീണ്ടിക്കൂടാ, അന്നത്തെ കാലമാണ്. ഊരാളിക്ക് ആകെ ഭയമായി. എങ്കിലും എല്ലാം മറച്ചു വെച്ച് ഊരാളി ആ കുഞ്ഞിനെ വാരിയെടുത്ത് സ്വന്തം കുടിയിലേക്ക് പോയി.
അവിടെ ചെന്ന് കുട്ടിക്ക് പാലും പഴവും എല്ലാം നൽകി. പിറ്റേ ദിവസം വിവരം ആളുകൾ അറിഞ്ഞു. കുട്ടിയെ കാണാൻ ആളുകൾ ഓടിയെത്തി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരാൾക്ക് ആകെ ഭയമായി. കാരണം പേര് പോലും അതിനിട്ടില്ല. നേതാക്കന്മാർക്ക് പറഞ്ഞ കുട്ടിയാണ്. തൻ്റെ അടുത്ത് ഈ കുട്ടി ഉണ്ടെന്നറിഞ്ഞാൽ തൻ്റെ തല ഛേദിക്കും. അത്രയ്ക്ക് ഭയമായിരുന്നു ഒരാളിക്ക്. കുറച്ചു ദിവസം കഴിഞ്ഞു. കുഞ്ഞ് അല്പം പ്രായമായി സംസാരിക്കാൻ അങ്ങനെ തുടങ്ങി. അദ്ദേഹം ആദ്യം പട്ടുകൊണ്ടൊരു ആ കൂരയ്ക്കകത്തൊരു ഊഞ്ഞാലിട്ട് കൊടുത്തു. പക്ഷെ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് ഒരു ഊഞ്ഞാൽ തന്നെ ഇടണം, യഥാർത്ഥ ഊഞ്ഞാല്. നേരത്തെ പട്ടുകൊണ്ടൊരു തൊട്ടിലായിരുന്നു കെട്ടിയത്. ഊഞ്ഞാല് തന്നെ വേണം. ആ ഊരാളി അങ്ങ് അകലെ പോയി മരങ്ങളിൽ കിടന്ന വള്ളി ശേഖരിച്ചതാ ആ കൂരയുടെ മുമ്പിൽ ആ ഒരു ഊഞ്ഞാലിട്ട് കൊടുക്കുകയാണ്. ഒരാളിട്ടപ്പോഴേ ഒരാളി പറഞ്ഞു, ഇത് അബദ്ധമാണ്, ഇത് അപകടമാണ്. കുഞ്ഞിങ്ങനെ ഊഞ്ഞാലാടി പാട്ടൊക്കെ പാടി രസിച്ച് കഴിയുകയാണ്. ഒരാളി രാവിലെ ജോലിക്ക് പോവും, കുട്ടിയെ അയലത്തുള്ള ഒരാളിനെ ഏൽപ്പിക്കും കാത്തു സൂക്ഷിക്കാനായിട്ട്. വൈകിട്ട് വന്ന് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ കാലങ്ങൾ കൂടെ കഴിഞ്ഞു. ഒരു ദിവസം ഊരാളി ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ ഇതാ ആ ചൂരയുടെ മുമ്പിലുള്ള ഊഞ്ഞാലിൽ ആ കുട്ടിയുടെ പറഞ്ഞറിയിക്കാൻ ബഹുമാനിതേ, കുട്ടിയുടെ ജനം തലയറത്ത് കിടക്കുന്നു. എങ്ങനെ സംഭവിച്ചു എന്ന് ഊരാളിക്ക് പോലും അറിയില്ല. ഇത് കണ്ട ഊരാളി ഞെട്ടിപ്പോയി, ഞെട്ടി തളർന്നു വീണു. ഞാൻ കഥയിൽ കൂടി ബാക്കി കേൾക്കാം. ആ കുട്ടിയുടെ ജനം ആ ഊരാളിയുടെ കൈകൊണ്ട് തന്നെ മറവ് ചെയ്യേണ്ടി വന്നു. വിഷമം തോന്നിയ ഊരാളി ആ കുട്ടിക്ക് സാങ്കല്പികമായി പഴവും പാലും എന്നും നിവേദിച്ചു വന്നു. പഴവും പാലും എന്നും നിവേദിച്ചു വന്നു. അവിടെയോ മംഗലത്ത് മഠത്തിൽ പല ദുരനുഭവങ്ങൾ സംഭവിക്കുന്നു, പല ദുരന്തങ്ങൾ സംഭവിക്കുന്നു. അറയിൽ നിന്നും നെല്ല് അളക്കാൻ ആരോ വിലക്കുന്നു. കുട്ടികൾ രോഗബാധിതരായി വീണിടക്കുന്നു. വിക്രമന് രോഗം, അംബികയ്ക്ക് രോഗം എന്ന് വേണ്ട ദുരിതാവസ്ഥ. ഇത് കണ്ട വിക്രമൻ വിക്രമൻ തിരുമേനി ഒരു അഞ്ജന നോട്ടക്കാരനെ, അന്നൊക്കെ ഈ മഷി കലക്കി അതിനകത്ത് അഞ്ജന നോട്ടക്കാരനുണ്ട്. അവിടെ കൊണ്ട് നോക്കിക്കും എന്താ സംഭവിക്കുന്നത്. അവിടെ ഇതാ ഒരു ബാലികയുടെ രൂപം തെളിഞ്ഞു വന്നു. ആ അഞ്ജന നോട്ടക്കാരൻ വിക്രമൻ തിരുമേനിയോട് സകല കഥകളും പറഞ്ഞത് അങ്ങയുടെ അനുജൻ വാമദേവൻ തിരുമേനിയുടെ മകളാണെന്നും അവരുടെ ഭാര്യ വളരെ ദുരന്തമായി ആത്മഹത്യ ചെയ്ത കഥയും തുടർന്ന് ഈ കുട്ടി മരിച്ച കാര്യവും എല്ലാം വിക്രമൻ തിരുമേനിയോട് പറഞ്ഞു. അദ്ദേഹം ആകെ ഞെട്ടി. എന്നിട്ട് ഈ കുട്ടിയെ ബന്ധിക്കാൻ, ഈ പ്രേതത്തെ ബന്ധിക്കാൻ പലരെയും കൊണ്ടുവന്ന് ഒടുവിൽ നാലാം വേദക്കാരൻ എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളിനെ അവരെ കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ സ്വരൂപത്തെ ബന്ധിക്കാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും ബന്ധിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അവിടെ പൂവത്താൻ എന്നുള്ള ഒരു ദേവൻ ആ കുട്ടിയെ രക്ഷയുമായി വന്നു. സാക്ഷാൽ ദേവാദിദേവനായ തമ്പുരാന്റെ ഉപാസനാമൂർത്തി പൂവത്താൻ, അദ്ദേഹത്തിന്റെ കിങ്കരന്മാരിൽ ഒരാൾ ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് അവിടെ എത്തി എന്നാണ് പറയുന്നത്. എത്രയ്ക്കായിട്ടും ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ ദേവിയാണ് സംഭൂച്ചരെ ഇവിടെ കൊടിയുള്ളുന്ന വാവിക്കഞ്ഞാല് കുഞ്ഞു ദേവി. ഇന്നും അതിന് പാലും പഴവും കൊടുത്ത് നമ്മൾ ഈ കഥ ഡാൻസായിട്ടും ബാലയായിട്ടും എന്ന് വേണ്ട ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതും ഞാൻ കണ്ടു. ചിലപ്പോൾ ഞാൻ പറഞ്ഞ കഥയിൽ നിന്നും അല്പസ്വല്പം വ്യത്യാസം കണ്ടേക്കാം. കാരണം ഞാൻ ഈ ബുക്കിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയതാണ്. ഇന്നും നമ്മൾ പൂജിച്ചു വരുന്നു. ആ കുടുംബം മംഗലത്ത് മഠം മൊത്തം അഗ്നിയാൽ കത്തി നശിച്ചു. വിക്രമനും ഭാര്യ അംബികാന്തർജനവും മക്കളും എല്ലാം ആ ഭവനം മുഴുവൻ കത്തി നശിച്ചു. ഇപ്പോഴും ഇത് നടന്ന കഥ തന്നെയാണെന്ന് എനിക്ക് വിശ്വാസം. ഇനി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ബ്രാഹ്മണ ശ്രേഷ്ഠർ
എൻ്റെ ഗുരു സമാനമായ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ബന്ധുക്കളും കൂടിയാണ്. എന്നെക്കായാലും കൂടുതൽ അറിയാവുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. ഈ പുസ്തകത്തിൽ നിന്നും പഠിച്ച രീതിയിലുള്ള കഥ മാത്രമാണ് ഞാൻ പറഞ്ഞത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു നിർത്തിയെന്നുള്ളേ ഉള്ളൂ. ഒരുപാട് പറയാനുണ്ട്. ക്ഷമിക്കുക, സമയം കുറവായതിനാൽ നേരിട്ട് പരിപാടിയിലേക്ക് കടക്കുകയാണ്. എല്ലാവരുടെയും നിസ്സീമമായ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ടും കുടികൊള്ളുന്ന സാക്ഷാൽ തമ്പുരാൻ ദേവാദിദേവനായ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ പാതാരബന്ധങ്ങളിൽ 1000 പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ തൊട്ടു മുമ്പിൽ വടക്കുവാത്തായിരിക്കുന്ന സാക്ഷാൽ തമ്പുരാട്ടി, വാതുക്കങ്ങാടി തമ്പുരാട്ടി, പാതാരബന്ധം ഞങ്ങൾ എന്തെങ്കിലും തെറ്റാണ് പറയുന്നത്, തെറ്റാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ അമ്മേ സദയം ക്ഷമിക്കുക എന്ന ഒറ്റ വാക്കുകൊണ്ടും മറ്റുപദേവതാ ദേവന്മാരുടെ പാതാരബന്ധങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ഞങ്ങൾ ആരംഭിക്കുന്നു. വാതുക്കങ്ങാടി കുഞ്ഞ്. കൊമ്പൊരുത്തൻ